പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ ഫോണിൻ്റെ പല കാര്യങ്ങളും നോക്കിയാണ് വാങ്ങുന്നത്. അതിൻ്റെ റാം, ക്യാമറ, പ്രോസസ്സർ, റോം, അങ്ങനെ പലതും. അതിൽ ഒരു വലിയ ഘടകമാണ് ബാറ്ററി. പുതിയ സ്മാർട്ട് ഫോണുകളിൽ ബാറ്ററി ഒരു പോരായ്മയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചില ട്രിക്സ് വഴി ബാറ്ററി ഒരു പരമാവധി നിലനിർത്താം എന്നാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീരാൻ കാരണം ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഫോണിൻ്റെ ബാറ്ററി പരമാവധി നിലനിർത്താം. രണ്ടാമത്, മൊബൈൽ ഡാറ്റ. ആവശ്യമില്ലാത്ത സമയങ്ങളിൽ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്ത് വയ്ക്കുക. ഇതുവഴി പരമാവധി നമുക്ക് ബാറ്ററി നിലനിർത്താം. മൂന്നാമതായി, ഫോൺ ഉപയോഗിക്കാത്ത സമയങ്ങളിൽ നമ്മൾ അൺവാണ്ടഡ് ഈ വൈഫൈ, ബ്ലൂടൂത്ത്, GPS, ഹോട്ട്സ്പോട്ട് അങ്ങനത്തെ കണക്ടിവിറ്റീസ് എല്ലാം ഓഫ് ചെയ്ത് വയ്ക്കുക. നാലാമതായി, നമുക്ക് ഫോണിൽ ബ്ലാക്ക് വാൾപേപ്പർ ഉപയോഗിക്കാം. ഇത് ഫോണിൻ്റെ പിക്സൽ ഡെൻസിറ്റി കുറയ്ക്കുകയും ഫോണിന് ബാറ്ററി കൺസപ്ഷൻ കുറയ്ക്കുകയും ഫോണിൻ്റെ ബാറ്ററി സേവ് ചെയ്യാനും സഹായിക്കും. ഇനി സെറ്റിങ്സിൽ കയറുക. ഈ സെറ്റിങ്സിൽ നമുക്ക് സൗണ്ട് ആൻഡ് വൈബ്രേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡയൽ പാഡ് ടൂൺ ഓഫ് ചെയ്യുക, കീബോർഡ് ക്ലിക്സ് ഓഫ് ചെയ്യുക, വൈബ്രേറ്റ് ഓൺ ടച്ച് ഓഫ് ചെയ്യുക. ഇതുവഴി നമുക്ക് ശകലമെങ്കിലും ബാറ്ററി സേവ് ചെയ്യാൻ സഹായിക്കും. ബാക്കിൽ പോയിട്ട് നമുക്ക് ഇവിടെ സിങ്ക് ആൻഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അത് നമുക്ക് ഓണാക്കുക. അവിടെ ഓട്ടോ സിങ്ക് ഡേറ്റ എന്നത് ഓഫ് ചെയ്യുക. ഇതുവഴി നമുക്ക് ബാറ്ററി പരമാവധി നിലനിർത്താം. ഇത് ആപ്സിൻ്റെ സിങ്കിങ് ഒഴിവാക്കുന്നു. അപ്പോൾ എന്നും നടക്കുന്ന സിങ്കിങ് ഒഴിവാക്കി നമുക്ക് ഒരുവിധം ബാറ്ററി സേവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാറ്ററി എന്നൊരു ഓപ്ഷനിൽ പോകാം. ഇവിടെ ബാറ്ററി ലോ പവർ മോഡ് എന്ന ഓപ്ഷൻ ഓണാക്കുക. വീണ്ടും പവർ കൺസപ്ഷൻ ഡീറ്റെയിൽസ്. ഇവിടെ ഈ മൊബൈൽ ഡേറ്റ എന്നൊരു ആപ്പ്, ഈ സ്ക്രീൻ, ഹോം സ്ക്രീൻ, വോയിസ് കോൾ, ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാത്ത സിസ്റ്റത്തിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്രീസ് ചെയ്ത് വയ്ക്കുന്നത് വഴി പരമാവധി ബാറ്ററി സേവ് ചെയ്യാം. ഇനി ഫോൺ കുറേ കാലം ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എയർപ്ലെയിൻ മോഡ് ഓണാക്കി വയ്ക്കാം. ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പുതിയ അറിവുകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനി വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് ഗോകുൽ. സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ